അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജിയോഗ്രഫിയിലെ മത്സ്യബന്ധനം എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. KPSC ഡൂഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയുന്നത് മത്സ്യബന്ധനം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഓക്കെ, എന്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ്റെ പേരെന്ത്? നമുക്കറിയാം, എന്താണ് മത്സ്യഫെഡ്. ഓക്കെ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ്റെ പേരാണ് മത്സ്യഫെഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. ഈ പറഞ്ഞ മത്സ്യഫെഡിൻ്റെ ഒരു ഉൽപ്പന്നമുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ മത്സ്യഫെഡിൻ്റെ ഒരു ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നത്തിൻ്റെ പേരാണ് ന്യൂട്രിഫിഷ്. ഓക്കെ, എന്താണ് ന്യൂട്രിഫിഷ്? അപ്പം മത്സ്യഫെഡ് ഉൽപ്പന്നത്തിൻ്റെ പേരെന്താണ്? ന്യൂട്രിഫിഷ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശരാശരി മലയാളികളുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുന്നൊരു മീനാണ് എന്ത്? മത്തി. ഓക്കെ, ഇപ്പോൾ കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നൊരു മത്സ്യമാണ് മത്തി. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ. മാറിപ്പോരുത് കേട്ടോ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം നമുക്ക് ചിന്തിച്ചാൽ പറയാവുന്നതാണ് എന്താണ്? മത്തിയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ. ഓക്കെ, അപ്പോൾ മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരാണ് ന്യൂട്രിഫിഷ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. എന്നാൽ കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീനാണ്. ഓക്കെ, ഇനി പറയുന്നു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം. ഓക്കെ, ഏതാണ്? മിസ് കേരള. ആ പേരിൽ നിന്ന് തന്നെ എടുക്കാന്നുള്ളൂ. എന്താണ്? ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് കേരള. ഇനി പറയുന്നു ഇന്ത്യയിലെ തന്നെ, ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ, ഓക്കെ, കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത്. ഇനി പറയുന്നു കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായതെന്ന് PSC മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴാണ്? 1966. ഓക്കെ, അപ്പോൾ കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1966. മറക്കരുത് കേട്ടോ, 1966 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. ഇനി പറയുന്നു ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴയാണ്. ഓക്കെ, അപ്പം ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അതായത് ആലപ്പുഴ ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ കടലിനെ ആശ്രയിച്ച് നടക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുണ്ട്. എന്താണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ? അതായത് കായൽ, നദി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നവരുണ്ടല്ലോ, അതാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽപ്പെട്ട, അതായത് എല്ലാ തരത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആലപ്പുഴയാണ്. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്നത്, അതായത് കടലിൽ നിന്നും ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. ഓക്കെ, അങ്ങനെ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരം. ഇനി പറയുന്നു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. നമ്മൾ നേരത്തെ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ, കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരം. എന്നാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ, അതായത് കടൽ മത്സ്യമല്ല, അല്ലാതെ കായലിൽ നിന്ന്, നദിയിൽ നിന്നും, കുളത്തിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള മത്സ്യങ്ങളെ പിടിച്ച് ജീവിക്കുന്നവർ, അതായത് അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എറണാകുളമാണ്. ഓക്കെ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. ഇനി പറയുന്നു
സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏത്? സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനവും കടൽ മത്സ്യ ഉൽപ്പാദനം എല്ലാം കൂടി ചേർത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലമാണ്. ഓക്കെ, കൊല്ലം ജില്ലയാണ്. അപ്പോൾ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഇനി പറയുന്നു, സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയായ ആലപ്പുഴ. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയായ ആലപ്പുഴയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയായ എറണാകുളമാണ്. ഓക്കെ, എറണാകുളം. അപ്പോൾ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് എറണാകുളം. ഇനി പറയുന്നു, സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലമാണ്. ഓക്കെ, അതുപോലെ തന്നെ സമുദ്ര മത്സ്യ ഉൽപ്പാദനം, സമുദ്രത്തിലെ മാത്രമാണ് പറഞ്ഞെങ്കിൽ, അഥവാ കടൽ മത്സ്യ ഉൽപ്പാദനം മാത്രമാണ് പറഞ്ഞെങ്കിൽ അതിലും ഒന്നാം സ്ഥാനത്ത് ഏതാണ്? കൊല്ലം തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ആലപ്പുഴ, ഒന്നാം സ്ഥാനത്ത് കൊല്ലം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം. ഇനി പറയുന്നു, സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലമാണ്. ഓക്കെ, കൊല്ലം ജില്ല. അങ്ങനെയാണെങ്കിൽ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആരൊക്കെ? നമ്മൾ പറഞ്ഞു കടൽ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലം എന്ന് പറഞ്ഞു. മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലം. അങ്ങനെ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലമാണോ? അല്ല. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് 2 ജില്ലകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആലപ്പുഴയും മറ്റൊന്ന് കോട്ടയവും. ഓക്കെ, അപ്പം ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഏതൊക്കെയാണ്? 2 ജില്ലകളുണ്ട്. ഒന്ന് ആലപ്പുഴയും കോട്ടയം. രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആലപ്പുഴയും കോട്ടയവും ഉണ്ട്. ഇനി പറയുന്നു, മത്സ്യബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, ഇത് മിക്കപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് മത്സ്യബന്ധനത്തിൽ പോകുന്ന പല മത്സ്യത്തൊഴിലാളികൾക്കും പല സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടു കൂടി, അഥവാ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി രക്ഷപ്പെടുത്തുന്ന സംവിധാനത്തിൻ്റെ പേരാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, അപ്പം മത്സ്യബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആലപ്പുഴയും കോട്ടയവും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് മത്സ്യബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഠിച്ചത് ഒന്നുകൂടെ നോക്കാം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ്റെ പേരാണ് മത്സ്യഫെഡ്. ഓക്കെ, മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് ന്യൂട്രിഫിഷ്. അതുപോലെ തന്നെ കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനാണ്. ഓക്കെ, ചെമ്മീൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള എന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ 1966. ഓക്കെ, 1966. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. ഓക്കെ, ഇനി പറയുന്നു, സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം കടൽ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലം തന്നെയാണ്. ഓക്കെ, സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ആലപ്പുഴ. ഓക്കെ, മൂന്നാം സ്ഥാനത്ത് ഏതാണ്? എറണാകുളം. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ആലപ്പുഴ. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്. ഓക്കെ, സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലമാണ്. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയും കോട്ടയം ഉണ്ട്. ഓക്കെ, 2 ജില്ലകളുണ്ട്. ഏതൊക്കെയാണ്? ആലപ്പുഴയും കോട്ടയമാണ് ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞ എന്താണ്? മത്സ്യബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. എന്താണ്? സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്.
ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.